ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് लिंग എന്താണെന്നാണ്. संज्ञा के जिस रूप से किसी प्राणी अथवा वस्तु की जाति का बोध होता है उसे लिंग कहते हैं. അപ്പോൾ നാമത്തിൻ്റെ ഏത് രൂപത്തിൽ നിന്നാണോ ഏതെങ്കിലും ഒരു ജീവിയുടെയോ വസ്തുവിൻ്റെയോ ജാതി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ നമ്മൾ ലിംഗ് എന്ന് പറയുന്നു. ലിംഗ് രണ്ട് രീതിയിലുണ്ട്. दो प्रकार का है, स्त्रीलिंग एंड और पुल्लिंग. स्त्रीलिंग और पुल्लिंग. पुल्लिंग എന്ന് പറയുന്നത് जो संज्ञा शब्द पुरुष जाति का बोध कराते हैं उन्हें पुल्लिंग कहते हैं. അപ്പോൾ ഏതൊരു സംഖ്യാശബ്ദമാണ് പുരുഷ ജാതിയെ സൂചിപ്പിക്കുന്നത് അതിനെ പുല്ലിംഗമെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീലിംഗ് എന്താണ്? जो संज्ञा शब्द स्त्री जाति का बोध कराते हैं उन्हें स्त्रीलिंग कहते हैं. ഏതൊരു സംജ്ഞാശബ്ദമാണ് സ്ത്രീ ജാതിയെ സൂചിപ്പിക്കുന്നത് അതിനെ സ്ത്രീലിംഗമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു ശബ്ദം നമുക്ക് തരികയാണെങ്കിൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് നോക്കാം. ഇപ്പോൾ ലഡ്ക സർവനാമമാണ്. ലഡ്ക ലിഖ്താ ഹേ. ലഡ്ക ആൺകുട്ടി ആയതുകൊണ്ട് പുല്ലിംഗമായതുകൊണ്ട് ലിഖ്താ ഹേ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ സ്ത്രീലിംഗമാണെങ്കിൽ ലഡ്കി ലിഖ്തി ഹേ. പെൺകുട്ടി എഴുതുന്നു. അടുത്തത് വിശേഷണത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ഏത് ലിംഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ രണ്ട് വിശേഷണം തന്നിരിക്കുന്ന അച്ഛ, അച്ചി. ഈ വിശേഷണത്തിൻ്റെ കൂടെ നമുക്ക് ബാത്ത്, ദിൻ രണ്ട് വാക്ക് ചേർത്ത് വെക്കാം. അപ്പം ബാത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് അതിൻ്റെ കൂടെ അച്ചി, ബാത്ത് നമുക്ക് ചേർക്കാൻ സാധിക്കും. ദിൻ എന്നത് പുല്ലിംഗമായതുകൊണ്ട് അച്ഛ, ദിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്ത്രീലിംഗം പുല്ലിംഗ് കൈസേ പഹചാൻ ലെങ്കെ. ഈ സ്ത്രീലിംഗം പുല്ലിംഗം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പർവ്വതോങ്കെ നാം. പർവ്വതോങ്കെ നാം പുല്ലിംഗമാണ് വരുന്നത്. പിന്നെ ദേശോങ്ക നാം, ദേശങ്ങളുടെ പേരുകൾ പുല്ലിംഗത്തിലാണ് വരുന്നത്. അനാജോങ്കെ നാം പുല്ലിംഗത്തിലാണ് വരുന്നത്. അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, ഗേഹു, ചാവൽ ഇങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം പുല്ലിംഗത്തിലാണ് വരുന്നത്. ഹിന്ദി മഹീനോങ്കെ നാം. ഹിന്ദി മാസങ്ങൾ ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇതൊക്കെ മാസങ്ങളുടെ പേരുകളാണ്. ഇവയെല്ലാം പുല്ലിംഗത്തിൽ പെടുന്നു. പിന്നെ ദിവസങ്ങൾ ദിൻ, സോമവാർ, മംഗൾവാർ, ബുധവാർ ഇങ്ങനെ ദിനോങ്ക നാം പുല്ലിംഗത്തിൽ വരുന്നു. അടുത്തത് ജൽസ്ഥാൻ, അതായത് സാഗർ, മഹാസാഗർ, ഹിന്ദു മഹാസാഗർ ഇവയെല്ലാം പുല്ലിംഗത്തിൽ പെടുന്നു. അടുത്തത് ഗ്രഹ നക്ഷത്രോങ്കെ നാം. ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ ഗ്രഹങ്ങളുണ്ടല്ലോ. പിന്നെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാമല്ലോ, അശ്വതി, ഭരണി, അങ്ങനെ മാസങ്ങൾ നക്ഷത്രങ്ങളുണ്ടല്ലോ. അപ്പം ഇതെല്ലാം എന്തിലാണ്? പുല്ലിംഗത്തിലാണ് പെടുന്നത്. അതുപോലെ ഗ്രഹങ്ങളിൽ പൃഥ്വി, എർത്ത് എന്ന് പറയുന്നത് മാത്രം എന്തിൽ പെടുന്നു? സ്ത്രീലിംഗത്തിലാണ് പെടുന്നത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പുല്ലിംഗത്തിൽ പെടുന്നു. പൃഥ്വി എന്ന ഒരു എർത്ത് മാത്രം എന്താണ്? സ്ത്രീലിംഗത്തിൽ പെടുന്നു. അടുത്തത് പേടോങ്ക നാം, അതായത് നീം, ആം ഇങ്ങനെ വൃക്ഷങ്ങളുടെ മരങ്ങളുടെ പേരുകൾ പുല്ലിംഗത്തിൽ പെടുന്നു. അതുപോലെ അകാരാന്ത്, ഇകാരാന്ത്, ഉകാരാന്ത് ശബ്ദ് ഇതെല്ലാം പുല്ലിംഗത്തിൽ പെടുന്നു. അകാരാന്ത് പറഞ്ഞത് ലാസ്റ്റിൽ അവസാനിക്കുന്ന ഒരു വാക്ക് അവസാനിക്കുന്ന ആയിലാണെങ്കിൽ, അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഈയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഊയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതെല്ലാം പുല്ലിംഗ ശബ്ദത്തിൽ പെടുന്നു. അതായത് ഹ്രസ്വമായിട്ട് നമ്മൾ ചുരുക്കമായിട്ട് ഉച്ചരിക്കുന്ന അകാരാന്ത്, ഇകാരാന്ത്, ഉകാരാന്തിലൊക്കെ അങ്ങനത്തെ വാക്കുകൾ നമ്മൾ പുല്ലിംഗത്തിൽ പെടുന്നു. ഉദാഹരണം നോക്കിയാൽ ജഗ്, ജീവ്, സംസാർ, തൻ, മൻ, കവി, ഋഷി, മുനി, ജന്തു ഇവയെല്ലാം പുല്ലിംഗത്തിൽ പെടുന്നു. എന്നാൽ 90% ഇത് ഈ അകാരാന്ത്, ഇകാരാന്ത്, ഉകാരാന്തൊക്കെ ശബ്ദങ്ങൾ പുല്ലിംഗത്തിലാണ് വരുന്നത്. എന്നാൽ കുറച്ച് 10% വാക്കുകൾ എന്തെങ്കിലും സ്ത്രീലിംഗത്തിലും പെടാം. അത് അപവാദെന്ന് പറയാൻ സാധിക്കും. അടുത്തത് ത്ര, ന, ന, ഖ, ജ, ആർ, आय अक्षर के अंत में हो तो वे शब्द प्राय
പുല്ലിംഗ് ഹോത്തെ ഹെ. അതായത് ഒരു വാക്കിൻ്റെ അവസാനം ത്ര, ന, ന, ഇഖ, ജ, ആർ, ആയ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വരികയാണെങ്കിൽ അത് പുല്ലിംഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണം നോക്കാം. ചിത്ര, മിത്ര, പത്ര, രമൺ, പാലൻ, രഥൻ, വദൻ, പോഷൻ, സുഖ്, ദുഃഖ്, റൂഖ്, അതുപോലെ മനോജ്, അനാജ്, വിഹാർ, ആഹാർ, സഞ്ചാർ, വിചാർ, പ്രചാർ, അതുപോലെ അധികാർ, വ്യവസായ്, അധ്യായ്, ന്യായ് ഇവയെല്ലാം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇവയൊക്കെ പുല്ലിംഗത്തിൽ പെടുന്നു. എന്നാൽ ചില വാക്കുകൾ, ഉദാഹരണം സീഖ്, ഭീഖ്, ലാജ്, ഖോജ്, പുകാർ, ജയ്ജയ്ക്കാർ, ഗായ്, റായ് ഇവയൊക്കെ ഇങ്ങനെ കുറച്ച് ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിൽ പെടുന്നു. അതുപോലെ രത്നോം, ധാതുവോം ഏവം ദ്രവോം കാ പുല്ലിംഗ് ഹോത്തെ. രത്നങ്ങളുടെ പേരുകൾ, ധാതുക്കളുടെ പേരുകൾ, കൊച്ചു ദ്രവങ്ങളുടെ പേരുകൾ ഇതൊക്കെ പുല്ലിംഗത്തിൽ പെടുന്നു. ഉദാഹരണം നോക്കാം. ഹീര, നീലം, ലാൽ, ജവാഹർ, മോത്തി, സോന, ലോഹ, സീസ, അലുമിനിയം, യുറേനിയം, പ്ലാറ്റിനം, ടിൻ, പാനി, ജൽ, घी, तेल, सोडा, दूध, दही, शरबत, रस, ജ്യൂസ് ഇവയൊക്കെ പുല്ലിംഗത്തിൽ പെടുന്നു. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൂത് എന്ന് പറഞ്ഞാൽ പാലും കൊണ്ടുണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ, പദാർത്ഥങ്ങളുണ്ടോ, ഉദാഹരണം ദഹി തൈര്, പിന്നെ നമ്മൾ പനീർ ഉണ്ടാക്കുന്നു, നെയ്യ് ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള ദൂതും കൊണ്ട് പാലും കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് എല്ലാ പദാർത്ഥങ്ങളും പുല്ലിംഗത്തിലാണ് പെടുന്നത്. എന്നാൽ ഛാച്ച്, മോര്, ലസ്സി ഇങ്ങനെയുള്ള കുറച്ച് ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിൽ പെടുന്നു. അതുപോലെ ചായ, കോഫി, ചാന്തി ഇവയൊക്കെ സ്ത്രീലിംഗത്തിൽ പെടുന്നു. അടുത്തത് जितने भी शब्दों के अंदर आपको ताकत शक्ति दिखाई दे वे सारी शब्द आपके स्त्रीलिंग में आ जाती है. കുറച്ച് ശബ്ദങ്ങൾ ശക്തിയെ കാണിക്കുന്ന ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിൽ പെടുന്നു. നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് പോലീസ്, സർക്കാർ, സേന ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗത്തിൽ പെടുന്നു. അടുത്തത് संज्ञाओं में त्वा, पा, पन प्रत्यय जुड़ने पर शब्द प्राय पुल्लिंग बन जाते हैं. അതായത് നാമങ്ങളുടെ കൂടെ ത്വ, പ, പൻ ഈ ഇങ്ങനെയുള്ള പ്രത്യയങ്ങൾ ചേരുകയാണെങ്കിൽ അവയെല്ലാം പുല്ലിംഗമായി മാറുന്നു. അതായത് ശിവത്, മനുഷ്യത്, കവിത്, ബെച്ചുപ്പൻ, ലഡക്പൻ, ബുഡാപ്പ, മോട്ടാപ്പ ഈ ശബ്ദങ്ങളൊക്കെ പുല്ലിംഗത്തിൽ പെടുന്നു. അപ്പം മനുഷ്യത്വം, പിന്നെ ബെച്ചുപ്പൻ കുട്ടിക്കാലം, അങ്ങനെ ബുഡാപ്പ വാർദ്ധക്യം, മൊട്ടാപ്പ അപ്പോൾ ഇതൊക്കെ പുല്ലിംഗത്തിൽ പെടുന്നു. അതുപോലെ സാര നദിയോं के नाम, ഹിന്ദി ദീദിയോं के नाम, ലിപിയോं के नाम, ഭാഷാവും ഇതിൻ്റെ എല്ലാം പേരുകൾ സ്ത്രീലിംഗമേ പ്രയോഗത്തെ സ്ത്രീലിംഗത്തിൽ വരുന്നു. പക്ഷേ നദികളുടെ പേരിൽ ബ്രഹ്മപുത്ര, സോൻ, സിന്ധു ഇവയൊക്കെ പുല്ലിംഗത്തിലാണ് പെടുന്നത്. ഈ നദിയുടെ പേരുകൾ, അതായത് ബ്രഹ്മപുത്ര, സോൻ, സിന്ധു ഈ 3 നദികളും പുല്ലിംഗ ശബ്ദത്തിലാണ് വരുന്നത്, പുല്ലിംഗത്തിലാണ് പെടുന്നത്. ഈ 3 നദികളിലൊഴിച്ച് ബാക്കി എല്ലാ നദികളും സ്ത്രീലിംഗത്തിലാണ് പെടുന്നത്. അതുപോലെ ആകാരാന്ത്, ഈകാരാന്ത് ശബ്ദ സ്ത്രീലിംഗ് ഹോത്തെ ഹെ. അതായത് നീട്ടി നമ്മൾ ദീർഘമായി പറയുന്നത് ആയും ഈയും, ദീർഘമായി പറയുന്ന ആയും ഈയും ഒക്കെ ആ ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിലാണ് പെടുന്നത്. ഉദാഹരണം നോക്കാം. രമ, സീത, ഗീത, അനുജ, കലി, നദി, ബോലി, റോട്ടി, ടോപ്പി, സബ്ജി ഇവയെല്ലാം സ്ത്രീലിംഗത്തിൽ പെടുന്നു. അതുപോലെ ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ ത, ആസ്, ആഹട്ട്, ആവട്ട്, ആയി, ഈ പ്രത്യയം ചേരുകയാണെങ്കിൽ അവയെല്ലാം ആ ശബ്ദങ്ങളെല്ലാം സ്ത്രീലിംഗത്തിൽ പെടുന്നു.
90% ഇതിൽപ്പെടുന്ന ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിൽ പെടുന്നു. ഉദാഹരണം: മനുഷ്യത, കവിത, ഗുരുത, പ്യാസ്, മിഠാസ്, ഘബറാഹട്ട്, റുക്കാവട്ട്, മിലാവട്ട്, ലഡായി, ഗർമി, ദൂരി, ഹസ്സി, ബോലി, ബഡായി തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗത്തിൽ പെടുന്നു. കുച്ച് പ്രാണിയോं के नाम सदैव पुल्लिंग तथा कुछ प्राणियों के नाम सदैव സ്ത്രീലിംഗ് होते हैं. കുറച്ച് ജീവികളുടെ പേരുകൾ അല്ലെങ്കിൽ പ്രാണികളുടെ പേരുകൾ സ്ത്രീലിംഗവും കുറച്ച് പ്രാണിയുടെ പേരുകൾ സ്ത്രീലിംഗവും കുറച്ച് പുല്ലിംഗവും വരാറുണ്ട്. ഇതിൽ പുല്ലിംഗ ശബ്ദം ഏതൊക്കെയാണെന്ന് നോക്കാം. ഗരുഡ്, പക്ഷി, വിഹർ, കച്ചുവ, മഗർമച്ച്, ഖർഗോശ്, ചീത്ത, घोड़ा, മച്ചർ, ബിച്ചു, ഭാലു, ഭേഡിയ, തോത്ത ആദി ഇവയെല്ലാം പുല്ലിംഗ ശബ്ദത്തിൽ പെടുന്നു. സ്ത്രീലിംഗത്തിൽ പെടുന്നത് ജൂ, മക്കി, മധുമക്കി, ഗിൽഹരി, മൈന, തിത്ലി, കോയൽ, മക്കടി, ചിപ്കലി, ചീട്ടി, മച്ചിലി ആദി. അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീലിംഗത്തിൽ പെടുന്നത്.